ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുകയാണ് ഉണ്ടാക്കുന്നത്. അപ്പുറത്തെ അടുപ്പിൽ ചായയ്ക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഇപ്പം ഞാൻ കൂടുതലും ഈ സൺഫ്ലവർ സൺഡേ ഓയിലൊക്കെ അങ്ങ് അവോയ്ഡ് ചെയ്തിട്ട് വെളിച്ചെണ്ണ ഇച്ചിരി കോസ്റ്റ്ലിയാണ് ഇവിടെ. എന്നാലും നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് മില്ലിൽ നിന്നൊക്കെ വാങ്ങിക്കാം. ഞാൻ പക്ഷേ ഈ ബോട്ടിലിൽ വരുന്നതാണ് വാങ്ങിക്കുന്നത്. നമുക്ക് ഈ മാട്ടുങ്ക എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അല്ലാതെ എമർജൻസി ഞങ്ങൾ ഈ ചർച്ചിൽ നിന്ന് വരുന്ന അടുത്ത് ഒരു മലയാളി കടയുണ്ട്. അവിടെ ഈ ബോട്ടിലാണ്. അപ്പോൾ ഈ മാട്ടുങ്ക എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ചർച്ചിലെ ഒരു ബ്രദർ അവിടെ അടുത്താണ്. അപ്പം സൺഡേ വരുന്നുണ്ടേ ഈ വെളിച്ചെണ്ണ ഞങ്ങൾ ചോദിച്ചാൽ ഈ കേര അങ്ങനെയൊക്കെയുള്ള വെളിച്ചെണ്ണയൊക്കെ അവിടെ കൂടുതൽ ഈ മലയാളി ഐറ്റംസ് സാധനങ്ങൾ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കും. അപ്പം ഇടയ്ക്ക് എമർജൻസി വെജിറ്റബിൾ ഓയിൽ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അച്ചാറിനൊക്കെ നമ്മൾ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഇന്ന് പോൾ പറഞ്ഞു, മമ്മി കുറച്ച് കപ്പലണ്ടി ഇടാവേന്ന്. അപ്പോൾ കപ്പലണ്ടിയൊക്കെ ഞാൻ വറുത്തിട്ട് കുറച്ചിങ്ങി കോരി ഇങ്ങി മാറ്റി. അതിനുശേഷം പിന്നെ ബാക്കി ഇവർക്ക് സഹിക്കാമെന്നുള്ള രീതിയിൽ കൊച്ചവൻ ഇന്ന് അതൊന്നും കഴിക്കാനൊന്നും പോയില്ല. ഞാനങ്ങനെ അവർക്കുള്ള പാലും കാച്ചാൻ വെച്ച് ഇപ്പുറത്ത് ഇപ്പോൾ ഈ പുകയ്ക്കകത്തൊക്കെ ഇത്തിരി പച്ചമുളകൊക്കെ ഇടയ്ക്ക് കടിക്കാൻ അതെനിക്കിഷ്ടമാണ്. പക്ഷേ ഈ പിള്ളേർക്കൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ സൺഡേ ഒന്നും അതിൻ്റെ അങ്ങേ സൺഡേ ആയിരുന്നു പുകയായിരുന്നു അവിടെ. അപ്പോൾ അതിനകത്തങ്ങ് അതങ്ങ് ഒത്തിരി അങ്ങ് സോഫ്റ്റ് പോലായി. ഒത്തിരി ഒരു മധുരമായിരുന്നു മുന്നിട്ട് നിൽക്കുന്നത്. അപ്പം ഞാൻ അധികം ചേർത്തില്ല, ഇച്ചിരി മധുരം ചേർത്ത് ലാസ്റ്റ് മധുരം ഇച്ചിരി നാരങ്ങ നീരുമൊക്കെ ചേർത്തു. അപ്പം പോൾമോൻ പറഞ്ഞു, മമ്മി ഇച്ചിരി കൂടെ മധുരം ഉണ്ടായിരുന്നല്ലേ. അതുപോലെ ചിലർ ഇതിൻ്റെ അകത്ത് സേവ് ഇട്ട് തിന്നും. അപ്പം ഞാൻ പറഞ്ഞിടാ സേവ് ഒന്നും ഇട്ട് ഞാൻ കണ്ടിട്ടില്ല. അന്നേരം എനിക്കൊന്ന് വെളിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് അവർ സേവ് ഇട്ട് കൊടുക്കും. അതൊക്കെ ആകുമ്പം ഒരു വേറൊരു ടേസ്റ്റാണെന്ന് പറഞ്ഞു. ഞാൻ ഇതെല്ലാം ഇട്ട് ഒരു ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് പുക അങ്ങ് ഇത്തിരി നേരം കഴുകി വെച്ചപ്പോഴത്തേന് ഇങ്ങനെ ഇത്തിരി കട്ട പോലെ. പക്ഷേ ഇത്തിരി ഒന്ന് ചൂട് കയറുമ്പോൾ അതങ്ങ് സോഫ്റ്റ് ആവും. ഞാൻ ഇതിന് മുമ്പിട്ടുണ്ടാക്കിയ ദിവസം എല്ലാവരും കഴിച്ച് കിലോ ഒരു പാക്കറ്റുള്ളത് പരാപരമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം കുറച്ചധികം വന്നു. അപ്പം വൈകിട്ട് ചോദിച്ചോണ്ടേ ആർക്കും വേണ്ട. ഞാൻ പിന്നെ എന്തോന്നു അത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് പിറ്റേന്ന് വൈകിട്ട് ചായയുടെ കൂടെ എങ്ങനെ കളയുന്നേ? ഇത്രയും അന്യായ വില കൊടുത്ത് വാങ്ങിക്കുന്ന സാധനങ്ങൾ വൈകിട്ട് ഞാൻ ചായയുടെ കൂടെ ചോദിച്ചോണ്ടേ ഇവർക്കാർക്കും വേണ്ട. ഡാഡി ഒരു ഇച്ചിരി കഴിച്ചു, ഇവർക്കൊന്നും വേണ്ട. പിന്നെ ഞാൻ കഴിക്കുമായിരുന്നു. അപ്പോൾ കൊച്ചുങ്ങൾക്ക് രണ്ടിനും ഉള്ളത് ഒരു ഇച്ചിരിച്ച് എടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള കപ്പലണ്ടികൾ ഇട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല കൊച്ചവൻ കഴിച്ചില്ലെന്ന്. അപ്പോൾ എങ്ങനെയാ അമ്മമാരാകുമ്പോൾ അവർക്കൊരു മനസ്സാക്ഷി, ഒരു വിഷമം വരത്തില്ലേ? സ്കൂളിൽ പോകണ്ടായിരുന്നെങ്കിൽ ഞാൻ അനങ്ങത്തില്ലായിരുന്നു. എപ്പോഴാണ് വിശക്കുന്നതെന്ന് വെച്ചാൽ വീട്ടിൽ ഇപ്പോൾ ചോറ് റെഡിയാക്കി അതും ഞാൻ കൊടുത്തേനായിരുന്നു. പക്ഷേ സ്കൂളിൽ പോകുന്നത് കൊണ്ട് എനിക്കൊരു ടെൻഷൻ, ഒരു വിഷമവും. ഉച്ചയ്ക്ക് എപ്പോഴാണ് വല്ലതും കഴിക്കുന്നത്. അങ്ങനെ ഞാൻ അവനൊരു പാറ്റി എടുത്ത് വെജിറ്റബിൾ ടിക്കി എടുത്ത് അതൊരെണ്ണം ഉണ്ടാക്കി കൊടുത്ത് പിന്നെ ടിഫിനിലും കൊടുത്തു വിട്ട്. പിള്ളേർ കഴിക്കണം, നമ്മൾ പറയും കഴിക്കുന്നത് വേണമെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കുന്നത് കഴിക്കണമെന്നൊക്കെ പറയും. പക്ഷേ നമ്മുടെ മനസ്സിനൊരു എത്രയൊക്കെ ആണെങ്കിലും നമുക്കൊരു വിഷമം കാണും. അങ്ങനെ അവനോടുണ്ടാക്കി കൊടുക്കട്ടെ നീ. പിന്നെ എല്ലാവരുടെയും ഒന്ന് ഒതുങ്ങിയതിന് ശേഷം പിന്നെ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് കഴുകിയെടുക്കട്ടെ. ഇതിനെ വലിയ പീസൊക്കെ ഞാൻ കുടിച്ചിടുന്നുണ്ട്. എനിക്ക് എത്ര ഇടണമെന്നൊന്നും അറിയത്തില്ലായിരുന്നു, എത്രയും കുതിർന്ന് കയറുമെന്ന്. അതുകൊണ്ടൊരു കൈക്കണക്ക് 2 പിടി അങ്ങ് ഇട്ട് രാത്രിയിലെ ഇട്ടതാ. ഇതെന്തോന്നറിയാമോ? നമ്മുടെ വാട്ടുകപ്പയാ, ബെൻസി കൊടുത്തു വിട്ടതാ. അപ്പം പച്ചക്കപ്പയുടെ അത്രയും വാട്ടുകപ്പ അത്ര താല്പര്യം എനിക്കില്ല. എന്നാലും ഇപ്പം നമുക്ക് ഈ കിട്ടാതിരിക്കുമ്പം ഇവിടെ ആണെങ്കിൽ പിള്ളേർക്ക് പ്രൈസിന് കൈ കൊണ്ട് തൊട്ടതേ ഇല്ല. മറ്റവൻ പിന്നെ ഇച്ചിരി കഴിച്ചു. പക്ഷെ നമ്മുടെ പച്ചക്കപ്പയുടെ അത്രയും ഇത് പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ബീഫ് ഇത്തിരി വാങ്ങിച്ചതിരിപ്പുണ്ടായിരുന്നു. അതാണ് ഇതിൻ്റെ കൂടെ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഒരു 2 കുടം വെളുത്തുള്ളിയും ഒരു 4-5 സവാള എടുത്തൊന്ന് വഴറ്റാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം ഇഞ്ചി പേസ്റ്റ്, ഞാൻ ഇഞ്ചി മാത്രമായിട്ട് അരച്ച് വെച്ചതാണ്, അതും ചേർത്ത്
പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഒരു ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ട് അതൊന്ന് വഴട്ടിയെടുക്കാം. എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഇത് ഊറ്റിപ്പറക്കി തിന്നതാണ് ഇഷ്ടം, ഈ വാട്ടുകപ്പയൊക്കെ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 3 ചെറിയ ടൊമാറ്റോ ആയിരുന്നു, അതുകൊണ്ട് ഒരു 3 ടൊമാറ്റോ ചേർത്ത്. വലുതാണെങ്കിൽ ഒരെണ്ണം മതി. എന്നിട്ട് ഇതൊന്ന് കുറച്ച് നേരം നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ ആ ടൊമാറ്റോയിലൊക്കെ വെള്ളം ഇറങ്ങിയ സവാളയൊക്കെ നന്നായി ഒന്ന് വഴന്ന് വരും. അപ്പോൾ ഡാഡി ഉച്ചയ്ക്ക് ചപ്പാത്തിയല്ലേ കഴിക്കുന്നത്. അപ്പം ഞാൻ ഡാഡിക്ക് ചപ്പാത്തിയൊക്കെ കൊടുത്ത്. അപ്പോൾ എനിക്ക് പറ്റിയ അമളി ഞാൻ പറയാം എന്തുവാന്നുള്ളത്. അപ്പോൾ ഡാഡി അവിടെ നിന്ന് ന്യൂസൊക്കെ കേൾക്കുക. ഞാൻ അന്നേരം ചിന്തിച്ച് ഇതിങ്ങനെ വഴന്ന് വരുന്ന നേരം കൊണ്ട് പോയി തുണി വിരിക്കാമെന്ന്. അമളി എന്തുവാന്നോ, ഞാൻ ഡാഡിക്ക് ചപ്പാത്തി കൊണ്ട് കൊടുത്തു. അപ്പോൾ ഡാഡി ചോദിച്ച് കേട്ടില്ലായിരുന്നോ പറഞ്ഞത്, ഞാൻ ഉച്ചയ്ക്ക് കഴിക്കുന്നില്ല, ഉച്ചയ്ക്ക് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞു. അപ്പം എന്നോട് രാവിലെ ഞാൻ അടുക്കളയിലായിരുന്നു. അപ്പോൾ റീച്ചാൻ പറഞ്ഞു ഉച്ചയ്ക്ക് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്തോ ചിന്തിച്ചാൽ പോള് 2 ദിവസം കൊണ്ട് എൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ ഇനി കഴിക്കുന്നില്ല, ഞാൻ ഫാസ്റ്റിംഗ് എടുക്കുക ഡയറ്റിംഗ് ഇല്ലാന്നൊക്കെ. അപ്പം ഞാൻ അടുക്കളയിൽ നിന്ന് പറയുകയും ചെയ്ത് എത്ര ദിവസം പറയുന്നു. അന്നേരം ഞാൻ പറയുന്നത് ഇവർ കേട്ടില്ല. ഇവർ ഹോളിൽ നിന്ന് ഇങ്ങനെ ഫാസ്റ്റിംഗ് ആണെന്ന് എന്നോട് പറഞ്ഞതേ കേട്ടുള്ളൂ. അപ്പോൾ ഞാൻ കൊണ്ട് കൊടുത്തപ്പോഴാണ് അന്നേരം ഞങ്ങളുടെ ചർച്ചിൻ്റെ പുതിയൊരു ഞങ്ങളുടെ ഇങ്ങനെ ആ മാസത്തിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടത്തുള്ളൂ, അല്ലെങ്കിൽ ലോക്കൽ ആയിട്ട് ഇങ്ങനെ 3-4 സ്ഥലത്താണ് സൺഡേ വർഷിപ്പ്. അപ്പോൾ ഒരു പുതിയതുകൂടെ തുടങ്ങി. അപ്പോൾ അതിൻ്റെ വേണ്ടി അന്നേരം ആവുന്നവരൊക്കെ ഒരു നേരം ആഹാരം ഇങ്ങനെ ഫാസ്റ്റിംഗ് എടുത്ത് അതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ ചർച്ചിൽ പറഞ്ഞായിരുന്നു. അപ്പം മീറ്റിങ്ങിന് പറഞ്ഞത് ഞാനും കേട്ടതാ, പക്ഷേ ഞാൻ ഓർത്തതില്ല. എന്നുമില്ല ചെയ്യുന്നത് പോലെ അങ്ങ് ചെയ്ത് ഞാൻ ഡാഡിക്ക് കൊണ്ട് ചപ്പാത്തി കഴിക്കാൻ കൊടുത്തു. ഡാഡി പറഞ്ഞു ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ കഴിക്കുന്നില്ല, വൈകിട്ടേ കഴിക്കുന്നുള്ളെന്ന്. അപ്പോഴേ ഞാനതാ പറഞ്ഞ ഡാഡി ഞാൻ കേട്ടായിരുന്നു രാവിലെ റീച്ചാൻ പറഞ്ഞു, പക്ഷേ ഞാൻ ചിന്തിച്ച് പോളിൻ്റെ കാര്യമായി പറയുന്നതെന്ന്. ഡാഡി ഇപ്പോൾ അതാ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേരത്തെയൊക്കെ ഡാഡി 21 ദിവസമൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ കുടിച്ചുകൊണ്ട്, അന്നൊന്നും ആരും അങ്ങനെ ഒന്നും ഉണ്ടാക്കി കൊടുക്കാനോ ഒന്നും ഇല്ലല്ലേ, തന്നെത്താൻ എല്ലാം ചെയ്യണ്ടേ, വെള്ളമാണെന്നേലും ജ്യൂസാണെന്നേലും എല്ലാം. അപ്പം ഇപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞ് പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ എന്നോട് പറയും ഫാസ്റ്റിങ് ബോൺവിറ്റ്, ഞാൻ ചിലപ്പം ബോൺവിറ്റയോ ബൂസ്റ്റോ ഇങ്ങനെ ഹോർലിക്സോ വല്ലതും ഇട്ട് കൊടുക്കുന്നുണ്ടെന്ന് പറയും. ഉപവാസം എടുക്കുന്നതെന്നും പറഞ്ഞ് പിന്നെ ഹോർലിക്സും ബൂസ്റ്റും ഒന്നും അല്ല കുടിക്കേണ്ടിയെന്ന് എന്നോട് പറയുമായിരുന്നു. നമ്മൾ ഒരു മനസാക്ഷി വരത്തില്ലല്ലോ, പ്രായമായ മനുഷ്യരാകുമ്പം നമ്മളൊന്ന് നോക്കണ്ടേ. അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേക്കിന് ഇതൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് 1 കിലോ ഇച്ചിരി കൂടെ ഉണ്ട് ബീഫ്, ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മിക്സ്, ഇപ്പം ഞാൻ പറഞ്ഞ നാട്ടിൽ നിന്ന് കൊടുത്ത് വിട്ടെന്ന്. എന്നിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും ഇതെല്ലാം കൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ചെറിയ തീരൊന്ന് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചാലും കുഴപ്പമില്ല. അപ്പോഴത്തേക്കും നമ്മുടെ മസാലയൊക്കെ അങ്ങ് വെന്ത് നല്ലൊരു കളർ പോലെ ആവും. അതുപോലെ ആകുമ്പോഴാണ് നമ്മുടെ കറിക്കൊക്കെ ഒരു കളറും ഒരു ടേസ്റ്റും കിട്ടുന്നത്. അതിൻ്റെ പച്ചമണം പോകണം മസാലയുടെയൊക്കെ. അപ്പം മസാലയുടെയൊക്കെ പച്ചമണം പോയി ഇതിലേക്ക് ഞാൻ കുക്കറിൽ വേവിച്ച ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം എനിക്കും ഇഷ്ടം ഇത്തിരി ഫാറ്റുള്ള ബീഫാണ്. പക്ഷേ ഇവിടെ ഇവർക്കാർക്കും ഇച്ചിരിയെങ്കിലും ഫാറ്റുണ്ടെങ്കിൽ അതിഷ്ടമല്ല. അപ്പോൾ ഒട്ടും ഫാറ്റില്ലാതെ ആ കറിക്ക് അത്ര അങ്ങോട്ട് ടേസ്റ്റ് വരത്തില്ല. നമുക്ക് ഫ്രൈക്കൊക്കെ ആണെങ്കിൽ അത് നല്ല. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു അവരോട് ഒരിച്ചിരി ഒന്ന് ഇട്ടേക്കാൻ, അതിട്ട്. പക്ഷേ ഇവർക്ക് കിട്ടിയവരെല്ലാം അത് സൈഡിൽ എടുത്ത് മാറ്റി വെച്ച് പിന്നെ ഞാനെടുത്ത് തിന്നുമായിരുന്നു. ഒരു സ്വല്പം ഒരു 50 ഗ്രാം പോലും കാണത്തില്ല, അത്രയും ഇട്ടേക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു. ഇവിടെ ഇവർക്കത് കാണുന്നതേ ഇഷ്ടമല്ല. ശരി, ഉപ്പായിപ്പോയേ. കറിയിലൊക്കെ ചോറിലൊക്കെ ഒഴിക്കുമ്പോൾ കുറയും. എന്നാലും ഞാനൊരു ഉരുളൻകിഴങ്ങ് ക്ലീൻ ചെയ്തേ ഇവിടെ കട. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ കിടക്കട്ടെ. അപ്പോൾ ഇപ്പോഴേ മനസ്സിലായതുകൊണ്ട് ആ ഉരുളൻകിഴങ്ങും അതിൽ കിടന്നങ്ങ് വെന്തോളും. അല്ലാതെ ഇന്നാൾ ഞാൻ വെന്ത് കഴിഞ്ഞിട്ടാണ് നോക്കിയപ്പം ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുത്തത്. അതൊന്ന് ഒതുക്കി അവിടെ ഇട്ടിട്ട് ഡാഡിക്ക് പിന്നെ ഞാൻ കോഫി ഉണ്ടാക്കി കൊണ്ട് കൊടുത്ത്. കാരണം ഉച്ചയ്ക്ക് കഴിച്ചില്ലല്ലേ, അപ്പോൾ ഞാൻ കോഫി ഉണ്ടാക്കി കൊണ്ട് കൊടുത്ത്.
എനിക്ക് പിന്നെ ഇന്നലത്തെ തുണികളെല്ലാം എടുത്തുകൊണ്ട് വന്നായിരുന്നു. അതെല്ലാം ഒന്ന് മടക്കണം. ബാക്കി ഇനിയും ജോലികളുണ്ട്. എന്നാലും ഇതെല്ലാം ആ തുണികളെല്ലാം കൂടെ ഞാൻ പോളിൻ്റെ കട്ടിലയിലോട്ടാണ് കൊണ്ടിട്ടെ. അതെല്ലാം എടുത്തുകൊണ്ട് പോയി അതിനി അവിടെ നിന്ന് മടക്കണം. അത് ഞാൻ ഇപ്പം മടക്കത്തില്ല. അനു വരുന്നുടനെ എനിക്ക് അടുക്കളയിൽ നിന്നൊക്കെ കയറി പോകണമല്ലേ, ആ സമയത്ത് അവിടെ നിന്ന് മടക്കും. അപ്പം കപ്പ ഞാൻ 2 ഊറ്റി. എന്നാലും അത് അല്ലെങ്കിൽ തന്നെ ഇവന്മാർക്ക് ഇഷ്ടമല്ല. കൊച്ചവനാണെങ്കിൽ തൊട്ടുപോലും നോക്കിയില്ല, വായി വെച്ച് കൊടുത്തപ്പോഴേ അയ്യേന്ന് പറഞ്ഞു. അപ്പം ഞാനതൊന്ന് അരപ്പൊക്കെ അരച്ചിട്ട് ഇന്നാളത്തെ കൂട്ട് കുക്കറിലൊരു വിസിലടിക്കാമെന്ന് വെച്ചാൽ അപ്പോൾ അത് നന്നായി വെന്ത് കിട്ടും. പക്ഷെ ചിലർക്കൊക്കെ പച്ചക്കപ്പേക്കായി വാട്ടുകപ്പ, ഉണക്കക്കപ്പ അതൊക്കെയാണ് ഇഷ്ടം. അപ്പം ഞാൻ ബീഫിന് വേണ്ടി ഇച്ചിരി കടുകൂടെ വറുത്ത് ചേർക്കുന്നുണ്ട്. അപ്പം പലരും പറയാമല്ലോ, ചിലർ പറയും ഞങ്ങളുടെ സ്ഥലത്ത് ബീഫിന് കടുക് വറക്കാറില്ലെന്ന്. പക്ഷേ അതുകൂടെ ഒന്ന് വറുത്ത് ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ്. കൊച്ചുള്ളി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് കൊച്ചുള്ളി. പക്ഷേ എൻ്റെ കയ്യിൽ കൊച്ചുള്ളി ഇല്ല. ഞാൻ അതിനൊക്കെ പകരം സവാള ചേർക്കുന്നേ. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ടുണ്ട്. കടുക് ഒരു ഇച്ചിരി 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഞാൻ അമ്മ ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. ഇച്ചിരി കടുക് ഇത്തിരി കൂടുതൽ ചേർക്കും. ചടപടാതെ കൊടുക്കുക. കടുകിനെ കളിയാക്കിയോണ്ടേ കടുക് വന്ന് എൻ്റെ കയ്യിൽ പൊട്ടിത്തെറിച്ച്. അതാ ഞാൻ ആവെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ സമയത്താണ് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് ചേർക്കുന്നത്. ഈ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ആ തേങ്ങാക്കൊത്തൂടെ ഒന്ന് ഞാൻ അതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് അതുകൂടെ വഴറ്റി കറിവേപ്പിലയൊക്കെ നന്നായിട്ട് ചേർത്തിട്ട് ഇനി നമുക്ക് ബീഫിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതൊക്കെ ഒന്ന് മൂക്കട്ടെ. അപ്പോൾ കപ്പയൊക്കെ ഞാൻ ഒരു വിസിൽ വന്ന് ഓഫാക്കി. എന്നിട്ട് ചെറിയതിൽ കുറച്ച് നേരം ഇട്ട് എന്നിട്ട് ഇതൊന്ന് ഈ കപ്പയെന്ന് പറയുന്നത് തണുക്കുമ്പോഴങ്ങ് ഭയങ്കരമായിട്ട് കല്ല് പോലെ ആവും. പക്ഷേ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ലതായിരുന്നു കേട്ടോ. നല്ല പൊടിയുള്ള ഒരു സൈസ് കപ്പയായിരുന്നു, നന്നായിട്ട് വേവുന്നതായിരുന്നു. അപ്പം ഞാൻ ഇതൊന്ന് ഉടച്ചെടുക്കട്ടെ. ഞാനിപ്പോൾ ഈ വാട്ടുകപ്പ ആയതുകൊണ്ട് ഇതിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ചിലർ പച്ചക്കപ്പയ്ക്കും ഒഴിക്കും. ചക്ക ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ കഴിച്ചിട്ടുണ്ട്. വേവിച്ച ചക്കയിൽ ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല ടേസ്റ്റാണ്. പക്ഷേ കപ്പയിൽ ഞാനങ്ങനെ ഒഴിച്ചിട്ടില്ല. പക്ഷേ ഈ വാട്ടുകപ്പ ആയതുകൊണ്ട് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ. പച്ചക്കപ്പയുടെ അത്ര ആട്ടം കയ്യിലിരുന്നു. ഇവിടെ നന്നായിട്ട് വെന്ത് നല്ല പൊടി പോലുണ്ട്. പ്രതീക്ഷിച്ചതിനൊക്കെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ കപ്പ ആയതുകൊണ്ട് കപ്പയ്ക്ക് ഇച്ചിരി ചാറ് വേണമല്ലോ, അതുകൊണ്ട് ഞാൻ ഇച്ചിരി ചാറായിട്ടാണ് എടുത്തത്. അപ്പോൾ ഇവർ പ്രൈസ് സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം ഇവൻ അത്ര താല്പര്യപ്പെടുത്തില്ലെന്ന്. അപ്പോൾ ഞാൻ അവന് ഇച്ചിരി വായി വെച്ച് കൊടുത്താൽ അവൻ പറഞ്ഞ് ഏ വേണ്ടാന്ന്. അപ്പോൾ പോളിന് ചോദിച്ചു, പോൾ പറഞ്ഞാൽ കപ്പ ഇല്ലേ, എന്താ വേണ്ടാത്ത, എനിക്ക് വേണമെന്ന് പറഞ്ഞു. ഞാൻ കൊടുത്തു, അവൻ കഴിച്ചു. പിന്നെ രാത്രി ഞങ്ങൾ പ്രേയറിന് എഴുതണ എടുത്ത് പറഞ്ഞു, മമ്മി ആ കപ്പ അത്ര ഒരു സുമാറില്ലായിരുന്നു, ടേസ്റ്റ് ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു, ഇത്തിരി ഹാർഡ് പോലെ ഇരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറയടാ അത് വാട്ടുകപ്പയായിരുന്നു. അവന് വാട്ടുകപ്പയെന്ന് പറഞ്ഞിട്ടും മനസ്സിലായില്ല. അങ്ങനെ അവനൊരു അബദ്ധം പറ്റി. ഇനി ഞാൻ ഇച്ചിരി കഴിക്കാനെടുക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണമേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.